സി ഞാൻ പറയാറുള്ള ഒരു സംഭവമാണ് CFMന്റെയും CMAയുടെയും സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10 വർഷം ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ച് ഒരു 10 വർഷം ഞാൻ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുവാണെങ്കിലും മാസം 2 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എൻ്റെ വരുമാനം കൊണ്ടുപോവുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഒരിക്കലും പറ്റണ കാര്യമായിരുന്നില്ല. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രി ചെയ്യുന്നത്. എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്റെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ എക്സിക്യൂട്ടീവ് പേർപ്പിൾ ഡയമണ്ട് നമ്മുടെ ശരത് ബാബു സാറാണ്. അപ്പൊ ശരത് ബാബു സാറ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയം സാറിന്റെ അക്കൗണ്ടിൽ വരുന്ന വരുമാനങ്ങൾ കാണിച്ചു തരണ്ടായിരുന്നു. അന്ന് സാർ ചെറിയ റാങ്കിലാണ്, എമറാൾഡ് റാങ്കിലാണ്. ആഴ്ചയിൽ 40,000 60,000 രൂപയൊക്കെയാണ് സാറിന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ആഴ്ചയിൽ 40,000 രൂപ എന്ന് പറയുമ്പോൾ സാറിന് ആ 40,000 രൂപ കിട്ടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോ സാർ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 40,000 രൂപ എനിക്ക് ഇപ്പോ, അതായത് എന്റെ പേൾ എക്സിക്യൂട്ടീവ് റാങ്കിൽ എന്റെ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വരുമാനമായിക്കൊണ്ട് 40,000 രൂപയിലേക്ക് ഉയർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇത് എന്റെ അക്കൗണ്ടിലേക്ക് വന്ന 40,000 രൂപയുടെ സ്ക്രീൻഷോട്ടാണ്. വിവ ഇൻസെന്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ 40,000 രൂപ വന്നിട്ടുണ്ട്. ഇപ്പോ ശരത് ബാബു സാറിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് ഞാൻ കാണുന്നുണ്ട്. 1.25 ലക്ഷം രൂപ, 2,12,000 രൂപ, ഇതൊക്കെയാണ് ആഴ്ചയിലെ വരുമാനം. അപ്പൊ സാർ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, മീൻസ് ഒരു 2.5-3 വർഷം മുന്നേ സാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 40,000 രൂപയിലേക്ക് എനിക്ക് ഇന്ന് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ സാർ ഇന്ന് വാങ്ങുന്ന 2.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയിലേക്ക് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ല. 1.25 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പാസ്ബുക്കിൽ, മീൻസ് ഞാൻ മുന്നേയും നമ്മൾ എൻ്റെ ഈ പറയുന്നത് നമ്മൾ ഇതിപ്പോ സ്ക്രീൻഷോട്ട്സ് ആണ്, പക്ഷെ പാസ്ബുക്കിൽ ഈ പറയുന്ന എമൗണ്ടുകൾ വന്നിട്ടുള്ളത് മീൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. ശരബാബു സാറിന്റെ പാസ്ബുക്കിൽ, മീൻസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന എമൗണ്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എന്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു സാധനം എനിക്ക് അൺഡു ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രി ചെയ്യുന്നത്. സോ ഒരു ഉത്തമ ബോധമുണ്ട്. 20 വർഷം 10 വർഷം ഞാൻ ജോലി ചെയ്താലും കിട്ടാത്ത വരുമാനം പക്ഷെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് ആൾക്കാർ ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഈ 37,200 രൂപ കൊടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ഭ്രാന്ത് കൊണ്ടാണ്, അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മളെക്കാൾ കഴിവുള്ള ആളുകൾ, നമ്മളെക്കാൾ മേ ബി സാഹചര്യമുള്ള ആളുകൾ, നമ്മളെക്കാൾ ടാലന്റും നമ്മളെക്കാൾ ലക്കും ഒക്കെയുള്ള ആൾക്കാർ ഒരു പക്ഷേ മാർക്കറ്റിൽ ഉണ്ടാവും. പക്ഷേ നമ്മളുടെ കയ്യിൽ എന്തുകൊണ്ട് ഇൻഡസ്ട്രി വന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ദൗത്യം അതിനകത്ത് ചെയ്ത് തീർക്കാനുണ്ട്. അതിന്റെ എത്ര ശതമാനം നമ്മൾ അതിൽ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ എത്ര ശതമാനം നമ്മൾ വിവക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്നതിന്റെ വാല്യൂ എന്താണെന്നുള്ളത്. സോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ പറയാറുണ്ട്, മുഹമ്മദ് അലി സാർ പറയുന്ന കാര്യമാണ് പൈസ ഉണ്ടാക്കാൻ. അതായത് ആൾക്കാർ പറയും പൈസ കുറെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്ന് ആൾക്കാർ പറയാറുണ്ട്. അത് പറയാൻ അർഹതപ്പെട്ടവൻ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കിൽ അവന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ലൈഫിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത് പറയാം. ഷാറൂഖ് ഖാനും അതേപോലെ പിന്നെ നമുക്ക് ഈ പറയുന്ന മമ്മൂട്ടി പോലുള്ള ആളുകളൊക്കെ പൈസയിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുമ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പർ ശരിക്കും മൊബൈൽ നമ്പർ, മീൻസ് അവരുടെ അക്കൗണ്ട് ബാലൻസ് മൊബൈൽ നമ്പർ പോലെ ഉണ്ടാവും. അഭിലാഷ് തോമസ് സാർ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ പോലെയുള്ള അക്കൗണ്ട് ബാലൻസ് വെച്ചിട്ട് നിങ്ങൾ അത് പറഞ്ഞോ, എന്നാലേ അത് പറയുന്നതിലും അർത്ഥമുള്ളൂ. പൈസ ഉണ്ടാക്കിയതിനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്തൊരു എളിമുള്ള മനുഷ്യൻ, ഗ്രൗണ്ട് ടു എർത്ത് ആണല്ലോ എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പൈസ ഉണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നല്ല പൈസ ഉള്ള ഒരാളാണ് എങ്കിൽ നമ്മളെ മക്കളെ മറ്റു ആളുകൾ അവരുടെ മക്കളെക്കാൾ നന്നായിട്ട് നോക്കും എന്നുള്ളതും, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്നാണെങ്കിൽ പട്ടിയുടെ വില പോലും കൊടുക്കില്ല എന്നുള്ളതും ഒക്കെ നമുക്ക് അറിയുന്ന മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും വർഷം ജീവിച്ചതിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലായിട്ടുള്ള ആൾക്കാരാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പൈസ ഉണ്ടാക്കാൻ ഇപ്പോ കമ്പനിയിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല അവസരമായിട്ടുള്ളത് ഒന്ന് മലേഷ്യൻ ട്രിപ്പാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ ഒരു തായ്ലാൻഡ് ട്രിപ്പിന് പോയി വന്നിട്ട്
ഇപ്പളും അതിന്റെ ഭ്രാന്ത് മാറിയിട്ടില്ല. ഇപ്പളും അതിന്റെ കെട്ട്, അവിടുത്തെ ടൈഗർ ഷോ, അവിടുത്തെ എലിഫന്റ് ഷോ, ക്രോക്കഡൈൽ ഷോ ഇതൊന്നും മനസ്സിന്ന് പോയിട്ടില്ല. ഇപ്പളും ഈ സാധനം ഇങ്ങനെ കറങ്ങി നടക്കാണ്. അവിടുത്തെ ബീച്ചിന്റെ ഒരു വൈബും സംഭവങ്ങളിലൊക്കെ. ബീച്ചിലൊക്കെ വെച്ചഴിഞ്ഞാല് വെള്ള കളറ് പൂയി, ആം, ലൈറ്റ് നീല കളർ വെള്ളം, മീൻസ് സ്വിമ്മിംഗ് പൂളിലുള്ള പോലത്തെ വെള്ളമാണ് കടലിലൊക്കെ. അപ്പൊ അങ്ങനത്തൊക്കെ കുറെ സാധനങ്ങൾ കണ്ടിട്ട് ഇപ്പോഴും ആ സാധനം മാറിയിട്ടില്ല. അപ്പൊ ഈ മലേഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട്. മലേഷ്യൻ ട്രിപ്പ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ്. യാ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ മലേഷ്യൻ ട്രിപ്പ് വരുന്നുണ്ട്. അപ്പൊ ഈ മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് അതായത് ഇപ്പോൾ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ ആഴ്ചയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, എല്ലാ കാറ്റഗറി ആളുകൾക്കും നിങ്ങൾക്ക് മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. മലേഷ്യൻ ട്രിപ്പ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സ്റ്റാർ 250 ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്റ്റാർ 500 ആണ്, സ്റ്റാർ 1000 ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്, എന്തുതന്നെയാണെങ്കിലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് മലേഷ്യ ട്രിപ്പ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കൽ ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന